നമ്മൾ ഏറ്റവും സ്നേഹിച്ച ആൾ തന്നെ നമ്മളെ ഏറ്റവും ആഴത്തിൽ വേദനിപ്പിക്കാൻ സാധിക്കും. നമ്മൾ ഒരാളെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് മനസ്സിലാകുന്നത് നമുക്കവർ നഷ്ടപ്പെടുമ്പോഴാണ്. എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിനെ കുറിച്ച്. സത്യത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരെ തൃപ്തിപ്പെടുത്താനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുമാണ്. അപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആളെക്കുറിച്ച് ചിന്തിക്കാറില്ല. എനിക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാതെ പോലും. ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെന്ന് ചോദിച്ചാൽ നമുക്ക് കംഫർട്ടായ കൂടെ നിൽക്കുന്ന ആരുടെയെങ്കിലും ഒരു പേര് പറയും, അല്ലേ? അപ്പോൾ നമ്മൾ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതെ, സെൽഫ് ലവ്. നമ്മളെ മനസ്സിലാക്കുന്നത് പോലെ മറ്റൊരാൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയില്ല. സ്വയം നൽകുന്ന വിശ്വാസവും ധൈര്യവും സ്നേഹവുമാണ് ഒരാളെ മുന്നോട്ട് നയിക്കുന്നതും അത് പൂർണ്ണം. ഒരു കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നവർ ഒരു സമയം കഴിയുമ്പോൾ അവരവരുടെ ജീവിതത്തിലെ തിരക്കുകളിലേക്ക് കടക്കും. അപ്പോഴും നമ്മൾ അവിടെ ഒറ്റപ്പെടുകയാണ്. അതെ, ജീവിതം ഒരു പാഠമാണ്. അത് കടന്നു വരുന്നവർ ഓരോ പാഠഭാഗങ്ങളും. ഒരു പാഠം വായിച്ചു കഴിഞ്ഞാൽ അടുത്ത പാഠം പഠിക്കാൻ ശ്രമിക്കും. പഠിച്ച പാഠങ്ങൾ അത്രമേൽ മനോഹരമാണെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കും. ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഹാവ് ടു മൂവ് ഓൺ. നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പറ്റുമെങ്കിൽ ഈ നോവൽ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ എന്ന് പറയാതെ ഈ നോവൽ നിങ്ങൾക്ക് പൂർണ്ണമാക്കാൻ സാധിക്കില്ല, ഉറപ്പ്.